സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോ സങ്കീർണമായൊരു പ്രശ്നത്തിൽ അതാ ലോകത്തിന്റെ പ്രവാചകൻ എന്താ പറഞ്ഞത്? നിന്നിലേക്ക് ക്ഷണിക്കുന്ന, നിന്നെ മാത്രം ആരാധിക്കുന്ന, നിന്നിലേക്ക് മാത്രം ക്ഷണിക്കുന്ന ഈ സംഘം ഇവിടുന്ന് നാമാവശേഷമാകും, അതുകൊണ്ട് രക്ഷിക്കണേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച പ്രവാചകന്റെ ചരിത്രമല്ലേ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നമുക്ക് കാണാനാകുന്നത്. അതുകൊണ്ട് എന്റെ സംസാരം ശ്രവിക്കുന്ന സഹോദരന്മാരെ, സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോകണോ? വിഗ്രഹാരാധനയെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. എല്ലാറ്റിനും കഴിവുള്ള സിട്ടാവിലേക്ക് അടുപ്പിക്കാൻ, അല്ലെങ്കിൽ ആ സിട്ടാവിലേക്ക് അടുക്കാൻ എന്തിന് വിഗ്രഹങ്ങൾ ആവശ്യം? എന്തിന് പുരോഹിതന്മാരാവശ്യം? എന്തിന് മക്ബറകൾ വേണം? ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്തിനു വേണം? സിട്ടാവി എല്ലാറ്റിനും കഴിവുള്ളവനല്ലേ? അവനെല്ലാം കേൾക്കുന്നവനല്ലേ? അവനെല്ലാം അറിയുന്നവനല്ലേ? അവൻ മനുഷ്യന്റെ മനസ്സ് വായിക്കുന്നവനല്ലേ? അതുകൊണ്ട് തന്നെ ഈ സന്ദേശം പറയാത്ത പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടില്ല. ഈ ആദർശം പ്രചരിപ്പിക്കാത്ത അല്ലാഹുവിന്റെ ദൂതന്മാർ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടില്ല. എക്കാലഘട്ടത്തിലും അല്ലാഹുവിന്റെ പ്രവാചകന്മാര് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്, ദൈവിക പ്രവാചകന്മാര് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്, എല്ലാ സമുദായങ്ങളിലേക്കും കടന്നു വന്നിട്ടുണ്ട്. ഇസ്ലാം പറയാണ്, വിശുദ്ധ ഖുർആൻ പറയാണ്, പ്രവാചകന്മാര് കടന്നു വരാത്ത ഒരു സമുദായവുമില്ല. എല്ലാ സമുദായങ്ങളിലേക്കും പ്രവാചകന്മാര് കടന്നു വന്നു. ആ പ്രവാചകന്മാരെല്ലാം ഒന്നാമതായി ലോകത്തോട് പറഞ്ഞ സന്ദേശം എന്താണ്? വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഓ പ്രവാചകരെ, നിങ്ങൾക്ക് മുമ്പ് ഒരൊറ്റ ദൈവദൂതനെയും ഒരൊറ്റ പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. ആ പ്രവാചകന്മാർക്കെല്ലാം ബോധനം നൽകിയിട്ടല്ലാതെ, ദിവ്യ സന്ദേശം നൽകിയിട്ടല്ലാതെ, എന്ത്? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ മറ്റൊരാരാധ്യനില്ല, ഞാൻ മാത്രമാണ് ഇലാഹ്, ഞാൻ മാത്രമാണ് ആരാധ്യൻ, എന്നെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന സന്ദേശം പകർന്നിട്ടല്ലാതെ. നോക്കൂ നിങ്ങൾ, ഇതിനാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ തൗഹീദ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ആ മുസ്ലിം സഹോദരന്മാര് കേട്ടിട്ടുണ്ടാകും. തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനെ മാത്രം ഏകനാക്കുക. വഹദ എന്ന അറബി പദത്തിൽ നിന്നുണ്ടായതാണ് തൗഹീദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകനാക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ ഗുണങ്ങൾ അവന്റെ സൃഷ്ടികൾക്കില്ല, അള്ളാഹുവിന്റെ നാമങ്ങൾ അവന്റെ സൃഷ്ടികൾക്കില്ല, അള്ളാഹുവിന്റെ പ്രത്യേകതകൾ അവന്റെ സൃഷ്ടികൾക്കില്ല, അള്ളാഹുവിന്റെ കഴിവുകൾ അവന്റെ സൃഷ്ടികൾക്കില്ല. അള്ളാഹുവിനെ പോലെ, സൃഷ്ടാവിനെ പോലെ, ഹിരണ്യഗർഭനെ പോലെ, പ്രപഞ്ച സൃഷ്ടികർത്താവിനെ പോലെ, യഹോവയെ പോലെ, ഗോഡിനെ പോലെ കഴിവുള്ളവർ ലോകത്ത് മറ്റാരുമില്ല. ദൈവം മാത്രമാണ് സൃഷ്ടികർത്താവ്. മറ്റുള്ളവരെല്ലാം സൃഷ്ടികളാണ്. അവർക്ക് ചാബല്യങ്ങളുണ്ട്, അവർക്ക് മരണം വരിക്കേണ്ടവരാണ്, അവർക്ക് ആ രൂപത്തിലുള്ള ക്ഷീണങ്ങളുണ്ട്, ഉറക്കമുണ്ട്, മയക്കമുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത, എന്നും ജീവിച്ചിരിക്കുന്ന, ഉറക്കമില്ലാത്ത, മയക്കമില്ലാത്ത, ആ രൂപത്തിലുള്ള ചാബല്യങ്ങളില്ലാത്ത, ആ രൂപത്തിലുള്ള കുഴപ്പങ്ങളൊന്നുമില്ലാത്ത, എല്ലാ ന്യൂനതകളിൽ നിന്നും രക്ഷപ്പെട്ട ഒരു സൃഷ്ടികർത്താവ്. ആ കർത്താവിനെ ആരാധിക്കണം, ആ രക്ഷിതാവിനെ ആരാധിക്കണം. ഇസ്ലാമിന്റെ തൗഹീദാണത്. ഏകദൈവ വിശ്വാസം എന്നാണ് അതിന് പറയുന്നത്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, ഈ ശബ്ദം ശ്രവിക്കാത്ത സമുദായങ്ങൾ പോയിട്ടില്ല. ഏത് രാജ്യങ്ങളിലേക്ക് വന്ന പ്രവാചകന്മാരും രാജ്യങ്ങളുടെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് സർവ്വ സമൂഹങ്ങളും കേട്ട ഒരു ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള സർവ്വ പ്രബോധകന്മാരുടെയും ബാധ്യതയാണ് ഈ ശബ്ദം ലോകത്തെ കേൾപ്പിക്കുക എന്നത്. ഈ ശബ്ദമാണ് മോക്ഷത്തിന്റെ ശബ്ദം. അതല്ലേ അന്തിമ പ്രവാചകൻ പഠിപ്പിച്ചത്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഏകനായ എന്റെ റബ്ബിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ, അവനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ, അവന്റെ മുമ്പിൽ മാത്രമേ ഞാൻ ആരാധനകൾ അർപ്പിക്കൂ, അവന് മാത്രമേ ഞാൻ നേർച്ച വഴിപാടുകൾ അർപ്പിക്കൂ, അവനോട് മാത്രമേ ഞാൻ ശരണം തേടൂ എന്ന പ്രഖ്യാപനത്തിനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. അതാരെങ്കിലും പറഞ്ഞാൽ ദഖലൽ ജന്ന, അവന് സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ശബ്ദം ശ്രവിക്കുന്ന, ഈ സംസാരം ശ്രവിക്കുന്ന മുസ്ലിം സഹോദരന്മാരുണ്ടെങ്കിൽ അവരോട് പറയട്ടെ, അവരോട് സൂചിപ്പിക്കട്ടെ, എന്റെ സഹോദരന്മാരെ, നമ്മൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനല്ലേ,
നമ്മൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരല്ലേ? നമ്മൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിടുന്നവരല്ലേ? നമസ്കാരത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റായ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് കൂറ് പുലർത്താൻ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് നീതി പുലർത്താൻ ഇന്നത്തെ മുസ്ലിമീങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ഒരു ചോദ്യവും കൂടെ നമുക്കാവണമല്ലോ, എന്നൊരു ചിന്തയും കൂടെ നമുക്ക് ആവശ്യമാണല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകൾ മുസ്ലിമീങ്ങൾ. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, എന്നാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് നീതി പുലർത്തുന്നില്ല, അതനുസരിച്ച് ജീവിക്കുന്നില്ല, അതനുസരിച്ച് ജീവിതത്തെ വിമലീകരിക്കുന്നില്ല. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം മുഴച്ചു കാണുന്നില്ല. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ബാഗ്ദാദിന്റെ മണ്ണിൽ അന്തിയുറങ്ങുന്ന കേരള മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള മഹാനായൊരു പണ്ഡിതനുണ്ട്, ഷെയ്ഖ് മുഹിയുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഒരു പണ്ഡിതനാണ്, ലോകത്തെ സന്മാർഗത്തിലേക്ക് നയിച്ച ഒരു പണ്ഡിതൻ. ആ പണ്ഡിതൻ പറഞ്ഞൊരു വാക്യമാണ് എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ആ പണ്ഡിതനായ മഹാനായ ആ മനുഷ്യനതാ തന്റെ സമൂഹത്തോട് വിളിച്ചു പറയുകയാണ്, ഓ ജനങ്ങളെ, നിങ്ങളെങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്നത്? മുസ്ലിമീങ്ങളോടാ പറയുന്നത്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുവെങ്കിലും, ഒരൊറ്റ ആരാധ്യനും എന്റെ റബ്ബല്ലാതെ ഇല്ല എന്ന വാക്യം നിങ്ങൾ പറയുന്നുവെങ്കിലും അതിനോട് ആത്മാർത്ഥത നിങ്ങൾ പുലർത്തുന്നില്ലല്ലോ. നിങ്ങളുടെ മനസ്സുകളിൽ എത്രയെത്ര ദൈവങ്ങളാണ്, നിങ്ങളുടെ മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ എത്രയെത്ര ആരാധ്യന്മാരാണ് എന്ന് മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുകയാണ്. ഇത് പറയുമ്പോ ഈ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിമീങ്ങൾക്കൊരു സംശയമുണ്ടാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മുസ്ലിമിന്റെ മനസ്സിൽ എങ്ങനെയാണ് വേറെ ദൈവങ്ങൾ ഉണ്ടാകുന്നത്, വേറെ വിഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്? അതിന് ശൈഖ് അവറുകൾ തന്നെ മറുപടി പറയട്ടെ. കുല്ലു ഷൈഇൻ തഅ്തമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹി ഫഹുവ സനമുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടും ഹൃദയത്തിൽ മറ്റു ദൈവങ്ങളെ എങ്ങനെയാണ് കുടിയിരുത്തുന്നതെന്നോ? നിനക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോ, നിനക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, മാറാവ്യാധികൾ ഉണ്ടാകുമ്പോ, ദുരിതങ്ങൾ ഉണ്ടാകുമ്പോ, കടക്കെണി ഉണ്ടാകുമ്പോ നീ ഇത്തരം പ്രയാസങ്ങളിലൊക്കെ അവലംബിക്കുന്നത് അല്ലാഹുവല്ലാത്ത, പ്രപഞ്ച സിട്ടാവായ രക്ഷിതാവല്ലാത്ത മറ്റു പല സിട്ടികളിലുമാണ്, മറ്റു പല ശക്തികളിലുമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ വിട്ട് നീ മറ്റെന്തിനാണോ അവലംബിക്കുന്നത്? അതൊക്കെ നിന്റെ വിഗ്രഹങ്ങളാണ് മനുഷ്യ, അതൊക്കെ നിന്റെ ആരാധ്യ വസ്തുക്കളാണ് മനുഷ്യരെ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു മനുഷ്യനാണ്, മഹാനായ പണ്ഡിതനാണ് ഷെയ്ഖ് അവറുകൾ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹ്. പക്ഷേ പിൽക്കാലത്ത് സംഭവിച്ചതെന്താണ്? ചരിത്രം ആവർത്തിക്കപ്പെട്ടില്ലേ? ഈ സത്യം പഠിപ്പിച്ച ഷെയ്ഖ് അവറുകളെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ആ മഹാനവറുകളോട് തന്നെ ദുആ ചെയ്യുന്ന ഈ സമുദായത്തിന്റെ അധപതനം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ സമുദായത്തിന്റെ അധോഗതിയെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്താണ് പറയുന്നത്? ഇന്ന് നമ്മുടെ കേരളത്തിലാകമാനം വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ മുസ്ലിമീങ്ങളെല്ലാവരും വളരെ ഭക്ത്യാദരപൂർവ്വം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മുഹിയുദ്ദീൻ മാലയില്ലേ? എന്റെ സഹോദരന്മാരെ, ഇതിനെ ബഹുമാനിക്കുന്നവരുണ്ടാകാം, ഈ മാലയെ ആദരിക്കുന്നവരുണ്ടാകാം എന്റെ മുസ്ലിം സഹോദരന്മാരുടെ കൂട്ടത്തിൽ. എങ്കിൽ അവരോട് പറയട്ടെ, നിങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താനല്ല, ഒരു സത്യം ഞാൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഈ മാലയില്ലേ, ഏകദേശം 400 വർഷങ്ങൾക്ക് മുമ്പ് ഖാദി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ രചിച്ചുണ്ടാക്കിയ ഇസ്ലാമിക പ്രമാണങ്ങളോട് വിരുദ്ധമായി നിൽക്കുന്ന ഈ മാലയിൽ എന്താ പറയുന്നത്? ഈ മാലയിൽ എന്താ പഠിപ്പിക്കുന്നത്? മുഹിയുദ്ദീൻ ഷെയ്ഖ് തന്നെ പറഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമച്ചുകൊണ്ട് മാലക്കാരൻ പറയുകയാണ്. മാലക്കാരന്റെ അവകാശവാദം എന്താണ്? ബല്ലാനീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായികൂടാതുത്തീരം നൽകും ഞാനെന്നോവർ. ഇത് പറയാൻ ഒരു മുസ്ലിമിന് കഴിയുമോ? മുഹിയുദ്ദീൻ ഷെയ്ഖ് അങ്ങനെ പറയുമോ? മനുഷ്യരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടും മറ്റു ദൈവങ്ങളോട് എന്തിനാണ് നിങ്ങൾ സങ്കടം പറയുന്നതെന്ന് ചോദിച്ച മഹാനവറുകൾ ഇത് പറയുമോ? എന്റെ മുസ്ലിമീങ്ങളെ, സംഘടനാപരമായ വിദ്വേഷം മാറ്റിവെച്ചുകൊണ്ട്, മറ്റുള്ള എല്ലാ സങ്കുചിതത്വങ്ങളും മാറ്റിവെച്ചുകൊണ്ട്, നാളത്തെ ശാന്തിയുടെ ഭവനമൊന്ന് ആലോചിച്ചുകൊണ്ട് നിങ്ങളൊന്ന് തീരുമാനമെടുക്കണേ. മുസ്ലിമീങ്ങളുടെ കഥ എന്താണ്?
ഈ പ്രമാണങ്ങളൊക്കെ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടും മറ്റു പല ശക്തികളെയും വിളിച്ചു ദുആ ചെയ്യുന്നില്ലേ, പ്രാർത്ഥിക്കുന്നില്ലേ? നമ്മുടെ ഉമ്മ എന്താ കുട്ടി വീഴാൻ പോകുമ്പോ പറയുന്നത് എന്താ? അല്ലെങ്കിൽ ഒരു രോഗം വരുമ്പോ പറയുന്നത് എന്താ? ബദരീങ്ങളെ കാക്കണേ, മമ്പുറത്തെ തങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്നവരില്ലേ? അങ്ങനെ പ്രാർത്ഥിക്കുന്നവരില്ലേ? അങ്ങനെ പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന പുരോഹിതന്മാരും ഈ സമുദായത്തിലില്ലേ? അങ്ങനെയുള്ള പുരോഹിത പണ്ഡിതന്മാരില്ലേ? അങ്ങനെയുള്ളവരോട് ചോദിക്കുകയാണ്, മുഹിയുദ്ദീൻ ശൈഖയെ കാക്കണേ, മമ്പുറത്തെ തങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? അത് പാടുണ്ടോ എന്ന് ചോദിക്കപ്പെട്ടപ്പോ അതിന് മറുപടി പറഞ്ഞതെന്താണ്? അത് അനുവദനീയമാണ്, അതിന് കുഴപ്പമില്ലെന്ന് ഫത്വ നൽകിയ പണ്ഡിതന്മാരല്ലേ ഈ സമുദായത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ സത്യസന്ദേശത്തേക്ക് നമ്മൾ മടങ്ങിപ്പോരേണ്ടതില്ലേ? ഈ സമുദായം ആദരപൂർവം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മാലകൾ, എന്റെ സഹോദരന്മാരെ, നിങ്ങളതൊന്ന് വായിച്ചു നോക്കൂ. അതിന്റെ മലയാളം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ആ മലയാളം ഇന്ന് കേരളത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മാലകളൊക്കെ മലയാളം ഒന്നതിന്റെ പരിഭാഷയൊന്ന് വായിച്ചു നോക്കിയാൽ മുസ്ലിമീങ്ങൾ അത് ചൊല്ലുമോ? മുസ്ലിമീങ്ങൾ അത് പാടുമോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്താണ് പറയുന്നത്? പല മാലകളിലും വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ആരെയാണ്? ലോകത്തിന്റെ പ്രവാചകനെയല്ലേ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. എന്റെ സാധാരണക്കാരായ മുസ്ലിമീങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്താണ് മാലകളിലൂടെ പറയുന്നത്? ഞാൻ ഒന്ന് രണ്ട് സാമ്പിളുകൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ലോകത്തിന്റെ പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികളാണ് കാണുന്നത്. യാ സയ്യിദി സാദാതി ജിതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖൈബ് മഖ്സദി. എന്താണ് ഈ പദ്യങ്ങളുടെ, ഈ വരികളുടെ അർത്ഥം എന്താണ്? ഈ പദ്യങ്ങളിൽ, ഈ വരികളിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? കേട്ടോ, ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ. കേരളത്തിലെ സമസ്ത വിഭാഗം ഇറക്കുന്ന സുന്നത്ത് മാസികയുടെ ഒരു കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത്. ആ പുസ്തകത്തിൽ, ആ മാസികയിൽ ഈ വരി കൊടുത്തിട്ട് അതിന്റെ താഴെ എഴുതുകയാണ്, പച്ച മലയാളത്തിൽ എഴുതിയിരിക്കുകയാണ്. കേട്ടോ എന്റെ സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മുസ്ലിമീങ്ങൾക്ക് ഇത് പറയാനാകുമോ? ഈ മാല ചൊല്ലാനാകുമോ? എന്റെ സഹോദരന്മാരൊന്ന് ആലോചിച്ചു നോക്കൂ. എന്താണ് പറയുന്നത്? സയ്യിദന്മാരുടെ നേതാവായ നബിയെ, സയ്യിദന്മാരുടെ, അതായത് നേതാക്കന്മാരുടെ നേതാവായ നബിയെ, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട സാധുവായ മഖ്ദൂമിത അങ്ങയുടെ സമീപത്തെത്തിയിരിക്കുന്നു. എന്റെ ഉദ്ദേശങ്ങൾ സഫലമാക്കി തരണേ, അഭയം നൽകണേ, ദുഃഖിതനാക്കി മടക്കരുതേ. ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? യേശുക്രിസ്തു പ്രാർത്ഥിച്ചത് ദൈവത്തോടാണ്. ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന സന്ദേശം ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നാണ്, ഹിരണ്യഗർഭനോട് പ്രാർത്ഥിക്കണമെന്നാണ്. മുഹമ്മദ് നബിയും പഠിപ്പിച്ച സന്ദേശം ലോകത്തിന്റെ സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കണമെന്നാണ്. ഇത് പഠിപ്പിച്ച പ്രവാചകനെ തന്നെയല്ലേ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? പ്രവാചകനോട് തന്നെയല്ലേ സങ്കടം പറയുന്നത്? നിങ്ങൾ കേട്ടോ, വിശ്രുത പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ കഅബയുടെ സമീപത്തെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മൗലിദ് പാരായണത്തിലൂടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തമായ രേഖയാണ് ഉപര്യുക്ത മൗലിദ് വരികൾ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ സത്യം നമുക്ക് തുറന്നു പറയാതിരിക്കാനാകുമോ? ഈ സത്യം എന്ത് പീഡനങ്ങൾ സഹിച്ചാലും, ആര് തെറിവാക്കുകൾ വിളിച്ചാലും, ജനങ്ങൾ എന്ത് ഉപദ്രവങ്ങൾ അയച്ചു വിട്ടാലും ഈ സത്യം ലോകത്തോട് പറയാതിരിക്കാൻ കഴിയുമോ? ഇതുപോലെയുള്ള മാലകൾ ഈ സമുദായം ഉപേക്ഷിക്കേണ്ട കാലം അതിക്രമിച്ചിട്ടില്ലേ? എത്രയെത്ര മാലകൾ! ആ മാലകളിലൊക്കെ പറയുന്നത് എന്താ? ഷറഫുൽ അനാം മൗലിദിൽ പറയുന്നത് എന്താ? അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലുക്കൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ظني യാ ബശീറു യാ നദീർ. എന്താ പറയുന്നത്? അബ്ദുക, നബിയെ, നിങ്ങളുടെ അടിമ. ലോകത്തിന്റെ പ്രവാചകനോട് പറയുകയാണ്, നബിയെ, നിങ്ങളുടെ സാധുവായ അടിമയിതാ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നു. നിങ്ങളുടെ അളവറ്റ കണക്കില്ലാത്ത അനുഗ്രഹമാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് ഉത്തമ വിശ്വാസമാണ്. യാ ബഷീറു യാ നദീർ, ബഷീറും നദീറുമായ നബിയേ. ഇതെങ്ങനെ ഒരു മുസ്ലിമിന് ചൊല്ലാനാകും? ഇതെങ്ങനെ ഒരു മുസ്ലിമിന് പാടാനാകും? അല്ലാഹുവിന്റെ റസൂൽ എന്നെ പറഞ്ഞതെന്താ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ജനങ്ങളെ, മനുഷ്യരെ, നിങ്ങൾ എന്നെ പുകഴ്ത്തി
ക്രൈസ്തവ സഹോദരന്മാർ ഈസാ അലൈഹിസ്സലാമിനെ പുകഴ്ത്തി യേശുക്രിസ്തുവിനെ പുകഴ്ത്തി ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയതുപോലെ ഈ പ്രവാചകനെ പുകഴ്ത്തല്ല. അതുകൊണ്ട് നിങ്ങൾ പറയേണ്ടത് എന്താ? ഫഖൂലു, നിങ്ങൾ പറയണം, മനുഷ്യരെ, അന അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഒരു ദാസൻ മാത്രമാണ്, വറസൂലുഹു, അവന്റെ ഒരു പ്രവാചകനുമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറിച്ച് പറയേണ്ടത് ഞാൻ ദൈവത്തിന്റെ ദാസനും അവന്റെ പ്രവാചകനും മാത്രമാണ്, അതല്ലാതെ ദൈവത്തിന്റെ ഒരു കഴിവുകളും എനിക്കില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ പ്രവാചകൻ, ആ പ്രവാചകനെയാണ് മുസ്ലിം സഹോദരന്മാര് പരിചയപ്പെടുത്തുന്നത്. നബിയെ അങ്ങയുടെ അടിമ, നബിയെ അങ്ങയുടെ സാധുവായ അടിമ, അങ്ങയുടെ ഫളിലാണ്, അങ്ങയുടെ ഔദാര്യമാണ് കാക്ഷിക്കുന്നതെന്ന് എങ്ങനെ ഒരു മുസ്ലിമിന് പറയാനാകും? ഇതല്ലേ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യം. ഇതേപോലെയുള്ള സാമ്പിളുകൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മാലമൗലിദുകളിലൊക്കെ ഇതുപോലെയുള്ള ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്ന ഈ രൂപത്തിലുള്ള വരികളും അതേപോലെ തന്നെ പദ്യങ്ങളും അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള ആശയങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്കറിയില്ലേ, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി അതേപോലെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടുന്നതിനു വേണ്ടി നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കുത്തുബിയത്ത് ബൈത്തില്ലേ, ആ കുത്തുബിയത്ത് ബൈത്തിലൂടെ നമ്മൾ ചൊല്ലുന്നതെന്താ? ഇത് ചൊല്ലുന്ന സാധാരണക്കാരന് ഇതറിയോ? സാധാരണക്കാരനറിയില്ല. എന്നാൽ ആ കുത്തുബിയത്ത് ബൈത്തിലൂടെ നമ്മൾ എന്താണ് പറയുന്നത്? ഒന്ന് രണ്ട് സാമ്പിളുകൾ മാത്രം പറയട്ടെ. കുത്തുബിയത്ത് ബൈത്തിലൂടെ അള്ളാന്റെ റസൂലിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, അല്ലേ? അതേപോലെ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ? മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് പറയുന്നില്ലേ? സങ്കടം പറയുന്നില്ലേ? എന്താ പറയുന്നത്? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അദാഇ ബിൽ മദദി. യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അദാഇ ബിൽ മദദി. ഞാൻ അവരുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ വായിച്ചു കേൾപ്പിക്കട്ടെ. കുത്തുബിയത്ത് പരിഭാഷയും പദാനുപത പരിഭാഷയും വിശദീകരണവും എന്ന പുസ്തകത്തിൽ നിന്ന് നിങ്ങളെ കേൾപ്പിക്കട്ടെ. അതിന്റെ അർത്ഥം എന്റെ വകയല്ല, കേരളത്തിലെ സമസ്തക്കാര് തന്നെ പുറത്തിറക്കിയ അവരുടെ പുസ്തകത്തിൽ നിന്ന്, കുത്തുബിയത്തിന്റെ പരിഭാഷയിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. എന്റെ നേതാവേ, എന്റെ സങ്കേതമേ, എന്നെ സഹായിക്കുന്നവരെ, അങ്ങയുടെ മദത് കൊണ്ട്, എന്നാൽ സഹായം കൊണ്ട് എന്റെ ശത്രുക്കൾക്ക് കേടായി എന്നെ സഹായിക്കണമേ, എനിക്ക് സഹായം എത്തിക്കണമേ. ആരോടാ പറയുന്നത്? മുഹിയുദ്ദീൻ ഷെയ്ഖിനോടാ പറയുന്നത്. അങ്ങന്റെ സഹായമാണ്, അങ്ങന്റെ അവലംബമാണ്, എന്റെ ശത്രുക്കൾക്കെതിരിൽ എന്നെ സഹായിക്കണമേ എന്ന് ഷെയ്ഖ് അവറുകളോട് പറയുന്നില്ലേ? ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുന്നില്ലേ? സഹോദരന്മാരെ, എത്രമാത്രം പഴച്ചുപോയിട്ടുണ്ട്, സത്യമാർഗത്തിൽ നിന്ന് എത്രമാത്രം ബഹുദൂരമാണ്. ഒന്ന് രണ്ട് വരികൾ കൂടെ കേൾപ്പിക്കട്ടെ. ഇനി ഷെയ്ഖ് അവറുകളെ വിളിക്കണമെങ്കിൽ, മുഹിയുദ്ദീൻ ഷെയ്ഖ് അവറുകളോട് പ്രാർത്ഥിക്കണമെങ്കിൽ ഒരുപാട് നിബന്ധനകളുണ്ട്. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? അതും ആ കുത്തുബിയത്തിന്റെ പദ്യങ്ങളിൽ നമുക്ക് കാണാം കേട്ടോ. വമയ്യുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മം ബിഹിമ്മതിഹി സുർമൻ ലിഅഫവതിഹി അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫല്ലദഉ യാ അബ്ദൽ ഖാദിർ മുഹിയുദ്ദീൻ. എങ്ങനെയാ വിളിക്കേണ്ടത്? വമയ്യുനാദിസ്മി, ആരെങ്കിലും എന്റെ നാമത്തെ വിളിച്ചാൽ, അൽഫൻ എത്ര പ്രാവശ്യം, 1000 തവണ, ബിഖൽവതിഹി മറ്റു ചിന്തകളിൽ നിന്നെല്ലാം ഒഴിവായിട്ട്, മറ്റുള്ള എല്ലാ ചിന്തകളിൽ നിന്നും ഒഴിവായിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേര് 1000 തവണ വിളിച്ചാൽ എങ്ങനെയാ അവൻ വിളിക്കേണ്ടത്? അസ്മം ബിഹിമ്മതിഹി, അവൻ മനോദൃഢതയോടുകൂടെയാണ് വിളിക്കേണ്ടത്. സുർമല്ലി ഗഫവതിഹി, എല്ലാ അശ്രദ്ധയും ഒഴിവാക്കിക്കൊണ്ടാണ് അവൻ വിളിക്കേണ്ടത്. അങ്ങനെ അങ്ങ് വിളിച്ചാൽ അജബതുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി, അവൻ വിളിച്ച പാടേ വേഗത്തിൽ ഞാൻ അവന് ഉത്തരം നൽകുന്നതാണ്. ഫല്യദഉ യാ അബ്ദൽ ഖാദിർ മുഹിയുദ്ദീൻ, അതുകൊണ്ട് അവൻ വിളിക്കട്ടെ, ഓ അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീൻ, എന്നെ രക്ഷിക്കണേ എന്നവൻ വിളിക്കട്ടെ എന്ന് കുത്തുബിയത്തിന്റെ ബൈത്തിലില്ലേ? എന്റെ മുസ്ലിമീങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അത് തന്നെ എങ്ങനെയാ വിളിക്കേണ്ടത്? ബഅദ സ്വലാത്തി 12 മിൻ റക്അ,
മഅൽ ഫവാതീഹി വൽ ഇഖ്ലാസി ബിൽ ഖദ്ആ. അവൻ എങ്ങനെയാ വിളിക്കേണ്ടത്? ഫാത്തിഹ സൂറത്തും ഇഖ്ലാസും ഓതി വിനയത്തോടെ 12 റക്അത്ത് നമസ്കരിച്ച ശേഷം 1000 വട്ടം വിളിച്ചാൽ അവന് വിളിക്കു ഉത്തരം ചെയ്യുമെന്ന് ഈ രൂപത്തിലുള്ള ശുദ്രകൃതികളിൽ എഴുതപ്പെട്ടിട്ട്, എങ്ങനെയാണ് സഹോദരന്മാരെ ഇത് ഇസ്ലാമാവുക? ഇത് ഇസ്ലാമാണോ? ഇത് ഇസ്ലാമിന്റെ സന്ദേശമാണോ? എന്റെ സഹോദരന്മാരെ, നിങ്ങൾ തിരിച്ചറിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചതാരാ? അമ്പിയാക്കന്മാരല്ലേ, പ്രവാചകന്മാരല്ലേ? ആ പ്രവാചകന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശദീകരണം കാണാം. അവരെങ്ങാനും മറ്റാരോടെങ്കിലും പ്രാർത്ഥിച്ചത് നമുക്ക് കാണാനാകുമോ? ഏതെങ്കിലും ഒരു പ്രവാചകൻ, ഏതെങ്കിലും ഒരു അമ്പിയാക്കന്മാരിൽപ്പെട്ട ഒരു അമ്പിയാ വിഷമമുണ്ടായപ്പോ, പ്രതിസന്ധികൾ ഉണ്ടായപ്പോ ഏതെങ്കിലും അദ്ദേഹത്തിന് മുമ്പ് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു മഹാത്മാവിനോട് പ്രാർത്ഥിച്ചതോ, ഏതെങ്കിലും ഒരു വലിയനോട് സങ്കടം പറഞ്ഞതോ, ഇസ്തിഗാസ തേടിയതോ ഖുർആനിലോ ഹദീസിലോ നമുക്ക് കാണിക്കാനാകുമോ? അങ്ങനെ ആർക്കെങ്കിലും കാണിക്കാനാകുമോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ മുസ്ലിമീങ്ങളെ ചിന്തിച്ചു നോക്ക്. ലോകത്തൊരാൾക്കും അങ്ങനെ കാണാനാകില്ലല്ലോ. മറിച്ചു നോക്കൂ നിങ്ങൾ, സിട്ടാവിലേക്ക് ഉയർന്ന ആദ്യത്തെ പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ടല്ലോ. പ്രപഞ്ച സിട്ടാവിലേക്ക് ഉയർന്ന ഒന്നാമത്തെ പ്രാർത്ഥന ആദം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയല്ലേ? ആദം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയല്ലേ? എന്താണ് ആദം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്? അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിച്ചപ്പോ, തന്റെ ജീവിതത്തിൽ ഒരു അപരാധം സംഭവിച്ചപ്പോ ഇരു കരങ്ങളും രക്ഷിതാവിലേക്ക് ഉയർത്തിക്കൊണ്ട് ആദം നബി അലൈഹിസ്സലാം എന്താണ് പ്രാർത്ഥിച്ചത്? റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. എന്താണ് ആദം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്? ഞങ്ങളുടെ നാഥാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിതാ ഞങ്ങളോട് തന്നെ അതിക്രമം ചെയ്തു പോയല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണേ, ഞങ്ങളോട് കരുണ കാണിക്കണേ, ഇല്ലെങ്കിൽ ഞങ്ങൾ നട്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകുമല്ലോ എന്ന് ആദം നബി അലൈഹിസ്സലാം സിട്ടാവിനോട് പ്രാർത്ഥിച്ച ഒന്നാമത്തെ പ്രാർത്ഥന ഖുർആനിലില്ലേ? ആരോടാ പ്രാർത്ഥിച്ചത്? അല്ലാഹുവിനോട്. മനുഷ്യരിൽ നിന്നുണ്ടായ ഒന്നാമത്തെ പ്രാർത്ഥനയാണത്. മനുഷ്യരുടെ ആദ്യ പിതാവായ ആദമിനോട് ബന്ധമില്ലാത്ത ഏത് മനുഷ്യനാ ലോകത്തുള്ളത്? എല്ലാവരും ആദമിന്റെ സന്തതികളല്ലേ? ആ ആദം പ്രാർത്ഥിച്ചത് ആരോടാ? അല്ലാഹുവിനോടാണ്. നിങ്ങൾ നോക്കൂ, മുസ്ലിമീങ്ങളെ ചിന്തിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ പറയുകയാണ്, ആലോചിക്കാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ നിരത്തുകയാണ്. എന്നിട്ട് എന്റെ മറ്റു വിഷയത്തിലേക്ക് എനിക്ക് കടന്നു പോകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരു പ്രവാചകന്റെ ജീവിത ചരിത്രം പറയുന്ന ഒരു അധ്യായമുണ്ട്. ഖുർആനിൽ ഒരു പ്രവാചകന്റെ ജീവിത ചരിത്രം പറയുന്ന ഒരു അധ്യായമുണ്ട്. ഖുർആനിലെ 12ാമത്തെ അധ്യായം സൂറത്ത് യൂസുഫ്. ആ യൂസുഫ് എന്ന അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകന്റെ ചരിത്രമാണ് പറയുന്നത്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ അതാ വലിയൊരു ദുരന്തമുണ്ടാകുന്നു, വലിയൊരു അപകടമുണ്ടാകുന്നു, പ്രതിസന്ധി ഉണ്ടാകുന്നു. അതെന്താണ്? തന്റെ പ്രിയപ്പെട്ട സന്താനമായ യൂസുഫ് അലൈഹിസ്സലാം നഷ്ടപ്പെട്ടു പോയി, കാണാതായ അവസ്ഥ. തന്റെ മൂത്ത മക്കളെല്ലാവരും ഒരുമിച്ചു ചേർന്നുകൊണ്ട് പിതാവിന്റെ സ്നേഹം തങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി, പിതാവിന്റെ സ്നേഹം പിതാവിനെ സ്വന്തമാക്കാൻ വേണ്ടി അവരതാ തങ്ങളുടെ സഹോദരനെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലേക്ക് എറിയുകയാണ്. എന്നിട്ട് പിതാവിന്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഓ പിതാവേ, ഇതാ ഞങ്ങളുടെ സഹോദരനായ യൂസുഫിനെ ചെന്നായ പിടിച്ചുപോയി പിതാവേ, അതുകൊണ്ട് യൂസുഫിന്റെ കുപ്പായം ഇതാണെന്ന് പറഞ്ഞൊരാടിനെ അറുത്തുകൊണ്ട് അതിൽ രക്തം പുരട്ടി കള്ളരക്തവുമായി പിതാവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് അവിടുത്തെ പിതാവിന്റെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞ നിമിഷത്തിലതാ അവിടുത്തെ 2 കണ്ണുകളിൽ നിന്നും കണ്ണുനീരുറ്റി വീഴുകയാണ്. അവിടുത്തെ മനസ്സിന് വല്ലാത്ത വേദനയാണ്. ഒരു പിതാവിന്റെ, ഒരു മാതാവിന്റെ മകൻ നഷ്ടപ്പെട്ടാൽ, സന്തതി നഷ്ടപ്പെട്ടാൽ അതിന്റെ പ്രയാസം നമുക്ക് പറയാനാകുമോ? ആ മനസ്സിന്റെ നൊമ്പരം നമുക്ക് അളക്കാനാകുമോ? അവിടുന്ന് അതാ കരച്ചിൽ ആരംഭിക്കുകയാണ്. യൂസുഫ് അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാം കരഞ്ഞ് കരഞ്ഞ് ഖുർആൻ പറയുകയാണ്, വബിയദ്ദതു ഐനാ, അദ്ദേഹത്തിന്റെ 2 കണ്ണുകളും വെളുത്തുപോയല്ലോ.
ഖുർആൻ പറയുന്ന സത്യമാണ്. കരഞ്ഞിട്ട് തന്റെ സന്താനത്തോർത്ത് കരഞ്ഞിട്ട് 2 കണ്ണുകളും വെളുത്തുപോയ ഒരു പ്രവാചകനെ കുറിച്ച് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഗ്രന്ഥം പറയുകയാണ്, ഖുർആൻ പറയുകയാണ്. എന്നിട്ടും എന്തേ ഏതെങ്കിലും മറ്റുള്ള ആളുകളോട് പറഞ്ഞോ? മുമ്പ് അദ്ദേഹത്തിന്റെ മുമ്പ് കഴിഞ്ഞുപോയ ഔലിയാക്കന്മാരോട് പറഞ്ഞോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പിതാവ് ഒരു പ്രവാചകനാണ്, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ആ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ ഉപ്പയാരാണ്? അതും ഒരു പ്രവാചകനാണ്. ലോകത്ത് സർവകക്ഷികളും അംഗീകരിക്കുന്ന, യഹൂദികളും ക്രിസ്ത്യാനികളും അടക്കം മുസ്ലിമീങ്ങളടക്കം എല്ലാവരും അംഗീകരിക്കുന്ന അബ്രഹാം പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം ദൈവത്തിന്റെ സ്വന്തം കൂട്ടുകാരനാണെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ, ദൈവത്തിന്റെ സാമീപ്യം ലഭിച്ചൊരു പ്രവാചകനാണ് തന്റെ വല്യുപ്പ. എന്നിട്ടും തന്റെ ഉപ്പയോട് ഇസ്ഹാഖ് അലൈഹിസ്സലാമിനോട് പറഞ്ഞോ, ഉപ്പാ നിങ്ങളൊരു പ്രവാചകനല്ലേ, നിങ്ങളൊരു പ്രവാചകനല്ലേ, എന്റെ മകനെ കാണാനില്ല എന്റെ ഉപ്പാ, നിങ്ങളൊന്ന് പരിഹാരം നൽകണേ, നിങ്ങൾ എനിക്ക് ഈ വിഷമത്തിൽ നിന്ന് ഒന്ന് ദൂരീകരണം നൽകണേ, അല്ലെങ്കിൽ എന്റെ ഉപ്പാപ്പാ നിങ്ങൾ അല്ലാഹുവിനെ കൊള്ള അടുത്ത മഹാനവറുകളല്ലേ, നിങ്ങൾ അല്ലാഹുവിന്റെ ചങ്ങാതിയല്ലേ, കൂട്ടുകാരനല്ലേ, അതുകൊണ്ട് തന്നെ എന്റെ മോനെ കാണാനില്ല ഉപ്പാ, എന്റെ ഉപ്പാപ്പാ എനിക്ക് സങ്കടം സഹിക്കാനാകുന്നില്ല, അതുകൊണ്ട് എന്നെ രക്ഷിക്കണേ എന്നൊന്ന് പറഞ്ഞോ? എന്റെ മുസ്ലിമീങ്ങളെ ആലോചിച്ചു നോക്കു. മറിച്ച് ആ പ്രവാചകൻ താൻ പഠിപ്പിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമാണ്. അങ്ങനെ പറയില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ വിളിക്കുകയാണ്. ഖാല ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലും അതാ ഇരുകരങ്ങളും ആകാശലോകത്തേക്ക് ഉയർത്തിക്കൊണ്ട് ആ പ്രവാചകൻ പറയുന്നു, എന്റെ സങ്കടങ്ങളും എന്റെ വ്യസനങ്ങളും എന്റെ മനസ്സിന്റെ വേവലാതികളും ഞാൻ പറയുന്നത് എന്റെ റബ്ബിനോട് മാത്രമാണ് എന്ന് പറഞ്ഞില്ലേ? ആലോചിക്കേണ്ടേ സഹോദരന്മാരെ? പ്രവാചകന്മാര് ആരോടാ പ്രാർത്ഥിച്ചത്? അള്ളാഹിനോട് മാത്രമാണ്, അല്ലേ? ദൈവത്തോട് മാത്രമാണ്. എത്രയെത്ര ഉദാഹരണങ്ങൾ കാണാൻ കഴിയും, എത്രയെത്ര ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ഒരൊറ്റ ഉദാഹരണം കൂടെ പറയട്ടെ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഖുർആനിൽ പ്രവാചകന്മാർ എന്നു പേരുള്ള അധ്യായത്തിൽ കാണാം. അയ്യൂബ് നബി അലൈഹിസ്സലാം മഹാസമ്പത്തിന്റെ ഉടമയാണ്, ഒരുപാട് സമ്പത്തുണ്ട്, വലിയൊരു സാമ്പത്തിക സാമ്രാജ്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ പ്രവാചകൻ. ഒരുപാട് സന്താനങ്ങളുമുണ്ട്, ഒരുപാട് മക്കളും പ്രവാചകൻ അല്ലാഹു നൽകിയിട്ടുണ്ട്. പക്ഷേ അതാ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു, പരീക്ഷണമുണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതി, അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പത്തും നശിച്ചു പോകുകയാണ്. മക്കൾ 16 മക്കളും ഒന്നിനു പിറകെ മറ്റൊന്നായി മരിച്ചു വീഴുകയാണ്. ഒരു സന്താനത്തെ കൊണ്ടുപോയി കബറടക്കി വരുമ്പോഴേക്കതാ അടുത്ത സന്താനം മരിച്ചു വീഴുന്നു. പരീക്ഷണമേ വലിയ പരീക്ഷണം തന്നെ. അവസാനിച്ചോ? ഇല്ല. ആ പ്രവാചകന്റെ ശരീരത്തിലതാ വലിയ മാരകമായ രോഗത്തിന് അടിമപ്പെടുകയാണ്. ശരീരമാകെ വ്രണമാകുകയാണ്, ദുർഗന്ധം വമിക്കുകയാണ്, ശരീരത്തിൽ നിന്ന് പുഴുക്കൾ പുറത്തു വരികയാണ്. ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന വലിയ പുഴുക്കളതാ ആ വ്രണത്തിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന ചെറിയ പുഴുക്കളെ വിഴുങ്ങുകയാണ്. ഒരു മനുഷ്യന് നോക്കാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത, ദുർഗന്ധം വമിക്കുന്ന ഒരു വ്യാഴവട്ടക്കാലം നീണ്ടുനിന്ന പരീക്ഷണം. എല്ലാവരും ഒഴിവാക്കി, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടു, ആരും തിരിഞ്ഞു നോക്കാനില്ല. സമ്പത്ത് നശിച്ചതിന്റെ മനോവേദനയുണ്ട്, മക്കള് മരിച്ചതിന്റെ മാനസിക പ്രയാസമുണ്ട്, അതിലുപരി ശാരീരികമായ വിഷമമുണ്ട്, എല്ലാവരും ഒഴിവാക്കിയതിന്റെ ഒറ്റപ്പെടലിന്റെ വേവലാതികളുമുണ്ട്. എന്താണ് ചെയ്തത്? തനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു മഹാനോട് പറഞ്ഞോ? ഏതെങ്കിലും ഒരു പ്രവാചകനോട് പറഞ്ഞോ? ഏതെങ്കിലും ഒരു ഔലിയായ വലിയനോട് പറഞ്ഞോ? ഇല്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്ത അയ്യൂബ് നബി അലൈഹിസ്സലാം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവിടുന്നതാ തന്റെ ഈ രോഗങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് ശമനം കാണാൻ പ്രപഞ്ച സൃഷ്ടികർത്താവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞില്ലേ, വ അയ്യൂബ, മുസ്ലിമേ നിനക്കൊന്ന് പരിശോധിച്ചു നോക്കിക്കൂടെ? വ അയ്യൂബ ഇതിനാദാ റബ്ബഹു അന്നീ മസ്സനിയദ്ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. അയ്യൂബദാ പ്രാർത്ഥിച്ച സന്ദർഭം ആരോട്? കരുണയുടെ കേദാരമായ റബ്ബേ, കരുണയുടെ കടലായ നാഥാ, നീ എന്റെ വിഷമം കാണുന്നില്ലേ? നീ എന്റെ
എന്റെ ദുരിതം കാണുന്നില്ലേ? അതുകൊണ്ട് എന്റെ വിഷമത്തിന് പരിഹാരം നൽകണേ, എന്റെ രോഗം ശമനമാക്കണേ എന്നങ്ങ് പ്രാർത്ഥിച്ചപ്പോഴതാ അള്ളാഹ് തുടർന്ന് പറയുകയാണ്, ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തല്ലോ, സന്താനങ്ങളെ തിരിച്ചു കൊടുത്തല്ലോ, സമ്പത്ത് തിരിച്ചു കൊടുത്തല്ലോ, ശരീരത്തിന്റെ രോഗം ശമനമായല്ലോ, ആളുകളെല്ലാം തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയല്ലോ, മനസ്സിന് സമാധാനമായല്ലോ. തുടർന്നതാ ഖുർആൻ പറയുന്നു, ലോകത്ത് എന്നെ ആരാധിക്കുന്ന ജനങ്ങളെ വദിക്റാൽ ആബിദീൻ, എന്നെ ആരാധിക്കുന്ന ആരെങ്കിലും ലോകത്തുണ്ടെങ്കിൽ അയ്യൂബിന്റെ ചരിത്രം പഠിക്കട്ടെ, അയ്യൂബിന്റെ ചരിത്രം ഓർമ്മിക്കട്ടെ, എന്നിട്ട് എന്നോട് പ്രാർത്ഥിക്കട്ടെ. ഞാൻ അവരുടെ വിഷമങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിവുള്ളവൻ തന്നെയാണെന്നും ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടും മുസ്ലിമതാ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോ ജാറങ്ങൾ സന്ദർശിക്കുകയല്ലേ, ആ രൂപത്തിലുള്ള മക്കാമുകളിലേക്ക് പോകുകയല്ലേ, ബീവിയുടെ വാതിൽ മുട്ടുകയല്ലേ, തങ്ങന്മാരുടെ വാതിൽ മുട്ടുകയല്ലേ, ജ്യോത്സ്യന്മാരെ സമീപിക്കുകയല്ലേ, കണിക്കന്മാരെ സമീപിക്കുകയല്ലേ. ഇസ്ലാം പറയുന്നു അരുത്, അത് ചെയ്തു പോകല്ല. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപങ്ങളും അല്ലാഹു മനുഷ്യർക്ക് പുറത്തു കൊടുക്കും. പക്ഷേ ദൈവത്തിൽ പങ്കുചേർക്കൽ, ദൈവത്തിന്റെ അധികാരങ്ങളിൽ മറ്റുള്ളവരെ പങ്കുചേർക്കൽ, ദൈവത്തിന്റെ അധികാരങ്ങൾ മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കൽ, ദൈവത്തിന് അർഹതപ്പെട്ട ആരാധന സൃഷ്ടികൾക്ക് നൽകൽ ദൈവം പൊറുക്കില്ല, പ്രപഞ്ചനാഥൻ പൊറുക്കില്ല. അതുകൊണ്ട് നിത്യനരകമായ യാതനയുടെ സങ്കേതമായ നരകത്തിൽ കഴിഞ്ഞുകൂടേണ്ടി വരും മനുഷ്യരെ എന്ന് ലോകത്തോട് ഖുർആൻ വിളിച്ചു പറയുകയാണ്. ഒരിക്കലും പ്രാർത്ഥിച്ചു പോകരുത്. എന്ത് പാപവും അള്ളാഹു പുറത്തു തരാം, കാരുണ്യവാനാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. പക്ഷേ ദൈവത്തിന് അർഹതപ്പെട്ട ആരാധന മറ്റുള്ളവർക്ക് നൽകിയാൽ അത് ദൈവം പുറത്തു കൊടുക്കുന്ന കാര്യമല്ല, അത് നരകയാതനക്ക് കാരണമാകും എന്നല്ലേ ഇസ്ലാം പറയുന്നത്. വളരെ ഗൗരവമാണ് വിഷയം, വളരെ ഗൗരവമാണ്. പക്ഷേ ഇത് ഓർക്കുന്നുണ്ടോ മുസ്ലിമീങ്ങളെന്ന്, ഇത് ചിന്തിക്കുന്നുണ്ടോ മുസ്ലിമീങ്ങളെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇന്ന് അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന അല്ലെങ്കിൽ ആരാധന നടത്തുന്ന പ്രകടമായ രംഗങ്ങളാണ് ജാറപൂജകൾ ഇല്ലേ. ഈ ശബ്ദം ശ്രമിക്കുന്ന അമുസ്ലിം സഹോദരന്മാരുണ്ടെങ്കിൽ അവരോട് പറയട്ടെ, എന്റെ സഹോദരന്മാരെ, ഇസ്ലാമിൽ ജാറമില്ല, ഇസ്ലാമിൽ ജാറ വ്യവസായമില്ല, ഇസ്ലാമിൽ ആ രൂപത്തിലുള്ള മഖാമുകളില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. മമ്പറും ഇർവാടിയും മുത്തുപേട്ടയും അഗൂരുമൊന്നും ഇസ്ലാമിന്റെ അക്കൗണ്ടിൽ കെട്ടിവെക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നതല്ല. അത് ഇസ്ലാമിന്റെ പേരിൽ പറയാനും സമ്മതിക്കുന്നതല്ല. ഞങ്ങൾ ഉറക്കെ ഈ ശബ്ദം ലോകത്തോട് പറയുക തന്നെ ചെയ്യും. അത് ഇസ്ലാമല്ല. ഇസ്ലാമിൽ ജാറമില്ല, ഇസ്ലാമിൽ ജാറ വ്യവസായമില്ല, ഇസ്ലാമിൽ ഖബർ പൂജയില്ല, ഇസ്ലാമിൽ വീരാരാധനയില്ല, ഇസ്ലാമിൽ സൃഷ്ടിപൂജയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നോക്കൂ നിങ്ങൾ, ഏറ്റവും പ്രകടമായ ആരാധനയല്ലേ ദൈവമല്ലാത്തവർക്ക് ആരാധന നടത്തുന്ന പ്രകടമായ രൂപമല്ലേ ഇന്ന് ഖബർ പൂജകൾ, ഖബർ ആരാധനകൾ. പറയാതിരിക്കാൻ കഴിയുമോ? ആരുടെ മനസ്സ് വേദനിച്ചാലും എനിക്ക് വിഷയമല്ല. ഈ സത്യം തുറന്നു പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇസ്ലാം പറയുന്നു, എന്തിനാണ് ഒരു മുസ്ലിം ഖബറിന്റെ അടുത്തേക്ക് പോകേണ്ടത്? എന്തിനാണ് ഒരു മുസ്ലിം ഖബർ സന്ദർശിക്കേണ്ടത്? ഇസ്ലാം കൃത്യമായി പറയുന്നു, ഞാനും നാളെ ഇവിടെ വന്ന് കിടക്കേണ്ടവനല്ലേ, ഞാനും നാളെ മരണം പുൽകേണ്ടവനല്ലേ. എന്റെ ഉമ്മയാണല്ലോ ഈ കിടക്കുന്നത്, എന്റെ ഉപ്പയാണല്ലോ ഈ കിടക്കുന്നത്, എന്റെ അയൽവാസിയാണല്ലോ ഈ അന്തി ഉറങ്ങുന്നത്, എന്റെ കൂട്ടുകാരനാണല്ലോ ഈ ഖബറിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാരും അറിയാതെ മാടിത്തങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ഞാൻ, അഹങ്കാരിയായി ലോകത്ത് കഴിഞ്ഞുകൂടുന്ന ഞാൻ, ഇന്നല്ലെങ്കിൽ നാളെ മരിച്ച് ഇവിടെ വന്ന് കിടക്കേണ്ടവനല്ലേ. ഈ ശ്മശാനത്തിൽ ഞാനും അന്തി ഉറങ്ങേണ്ടവനല്ലേ. അതിനുശേഷം എന്നെ വിചാരണ ചെയ്യുമല്ലോ. എനിക്ക് പരലോകത്ത് രക്ഷശിക്ഷയുണ്ടല്ലോ. ആ ഓർമ്മ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകാനാണ് ഖബറിന്റെ അടുത്തേക്ക് ഒരു മുസൽമാൻ പോകേണ്ടത്. ലോകത്തിന്റെ പ്രവാചകൻ അത് പഠിപ്പിച്ചു. നിങ്ങൾ ഖബർ സന്ദർശിക്കണേ, നിങ്ങൾ ഖബറിന്റെ അടുത്ത് പോകണേ. എന്തിനാ നിങ്ങൾ പോകേണ്ടത്? ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് പരലോകത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാക്കും. മറ്റൊരു റിവായത്തിൽ കാണാം, ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്, അത് നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാക്കും. പക്ഷേ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഇന്ന് മുസ്ലിമീങ്ങൾ ഖബറിന്റെ അടുത്തേക്ക് പോകുന്നത്? ഈ ഒരാവശ്യത്തിന് വേണ്ടിയാണോ ഇന്ന് ഖബറിന്റെ അടുത്തേക്ക് പോകുന്നത്? എന്നാൽ കേട്ടോ,
കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന മഹാബഹുഭൂരിപക്ഷം വരുന്ന സുന്നികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ എന്തിനാണ് ഖബറിന്റെ അടുത്തേക്ക് പോകുന്നത്? എന്തിനാണ് സിയാറത്ത് ടൂർ സംഘടിപ്പിക്കുന്നത്? അവർ തന്നെ അവരുടെ മാസികയിലൂടെ തുറന്നെഴുതിയിരിക്കുകയാണ്. കേരളത്തിലെ ഒരു സംഘടനയുടെ മാസികയിൽ നിന്ന് ഞാൻ വായിക്കട്ടെ. നുസ്രത്തുൽ അനാം മാസിക എന്ന പേരിൽ കേരളത്തിൽ മലയാളത്തിൽ വിരചിതമാകുന്ന ഒരു മാസികയിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. എന്താണ് അതിൽ എഴുതിയിട്ടുള്ളത്? എന്തിനാണ് സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശിക്കുന്നത്? ഇതാ എഴുതുകയാണ്. സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. അത് ശിർക്കോ പാപമോ അല്ല. ഇത് തുറന്നു പറയുന്നതിൽ എന്താണ് ഇത്ര ചോദിക്കാൻ? ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ മാത്രമല്ല, ഖബറാളികളോട് അർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് ആർക്കും തെളിയിക്കാനാവില്ല. ഇതാണ് സുന്നി വിശ്വാസം. എന്തിനാണ് കേരളത്തിലെ സുന്നികൾ ഖബറിന്റെ അടുത്തേക്ക് പോകുന്നത്? എന്തിനാണ് കേരളത്തിലെ സുന്നികൾ എന്തിനാണ് ഖബർ സിയാറത്ത് നടത്തുന്നത്? ഇതാ കേട്ടോ, ഒരുപാട് മാസികയിലൂടെ അവരെഴുതി വിട്ടിരിക്കുന്ന സത്യം എന്താണ്? അവര് പറയുകയാണ്, ഖബറിന്റെ അടുത്തേക്ക്, മഹാത്മാക്കളുടെ ഖബറിന്റെ അടുത്തേക്ക് പോകുന്നത് കേട്ടോ. ചില ഗ്രാമങ്ങളിൽ ഔലിയാക്കളുടെ ഖബർ സ്ഥാനങ്ങൾ നിത്യസന്ദർശന കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. മരുന്നുകൊണ്ട് മാറാത്ത മഹാവ്യാധികൾ മന്ത്രം കൊണ്ട് മാറുമെന്ന് പറയുന്നത് പോലെ പ്രസ്തുത സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ അതുമായി മാനസിക ബന്ധമുള്ളവർക്ക് ആശ്വാസം ലഭിക്കുന്നു. ഇത് എഴുതിവിട്ടത് സത്യധാരാ മാസികയിലെ 2000 മെയ് മാസത്തിലെ സത്യധാരാ മാസികയിൽ എഴുതിവിട്ടതാണ്. ഇങ്ങനെ ഒരു ആദർശം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ? ആത്മാർത്ഥമായി ചിന്തിക്ക്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സർവ്വ മുസ്ലിമീങ്ങളും ചിന്തിക്ക്. ഇന്ന് ഖബറുകൾ കെട്ടിപ്പൊക്കി അവിടെ ആ രൂപത്തിലുള്ള കെട്ടിപ്പൊക്കുകയും അവിടെ ചെന്ന് നിലവിളക്ക് കത്തിക്കുകയും ജാറം മൂടുകയും സുജൂദ് ചെയ്യുകയും ആരാധനകൾ സംഘടിപ്പിക്കുകയും നേർച്ചകൾ സംഘടിപ്പിക്കുകയും ചന്ദനക്കുടങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളില്ലേ? അവരാലോചിക്കണം, ആത്മാർത്ഥമായി ചിന്തിക്കണം. ഖബറിനെ ചുറ്റിപ്പറ്റി ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാകാൻ പാടുണ്ടോ? ഇസ്ലാം അത് അനുവദിച്ചിട്ടുണ്ടോ? എന്താണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പറയുന്നത്? നിങ്ങൾ കേട്ടോ എന്റെ സഹോദരന്മാരെ, ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട ചോദിക്കുകയാണ്. വഫാത്തായി പോകാൻ സമയമായിട്ടുണ്ട്. അതേ മരണവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മുണ്ടതാ, ഒരു തുണിയതാ ലോകത്തിന്റെ പ്രവാചകന്റെ മുഖത്തിട്ടിരിക്കുന്നു. ഇടക്കൊക്കെ അതിങ്ങനെ പൊന്തിക്കുന്നുണ്ട്, ഇടക്കൊക്കെ അത് മുഖത്തേക്ക് തന്നെ മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അതാ വഫാത്തിന്റെ യാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലാഹുവിന്റെ റസൂൽ. ആ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് കണ്ണടക്കുന്ന നേരത്തും അതാ, ഈ ലോകത്ത് നിന്ന് വിട ചോദിക്കുന്ന സമയത്തും അതാ ഒരു സുന്ദരമായ ഉപദേശം ഈ ലോകത്തോട് പറയുകയാണ്, ഈ ലോകത്തിന് നൽകുകയാണ്. എന്താണ് പറഞ്ഞത്? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. ആ യഹൂദ ക്രൈസ്തവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. യഹൂദികൾക്കും ജൂതന്മാർക്കും ക്രൈസ്തവർക്കും അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. ലോകത്തിന്റെ പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. എന്തുകൊണ്ടാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത്? ക്രൈസ്തവ സഹോദരന്മാരോട് വ്യക്തിപരമായ വല്ല വിദ്വേഷവുമുണ്ടോ ലോകത്തിന്റെ പ്രവാചകന്? ഹൈന്ദവ സഹോദരൻ അല്ലെങ്കിൽ ജൂത സഹോദരന്മാരോട് എന്തെങ്കിലും വ്യക്തിപരമായ വിദ്വേഷമുണ്ടോ? ഇല്ലല്ലോ. മനുഷ്യ സ്നേഹിയായ പ്രവാചകനല്ലേ. ജൂതന്റെ ശവം കൊണ്ടുപോകുമ്പോ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇസ്ലാമിന്റെ കഠിന വൈരിയാണ് കാലഘട്ടത്തിലും ജൂതൻ. ലോകത്തിന്റെ പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ചവനാണ്. ലോകത്തിന്റെ പ്രവാചകന് വിഷം കൊടുത്തവനാണ് ജൂതൻ. ലോകത്തിന്റെ പ്രവാചകനെ ചതിയിൽ വീഴ്ത്തി കൊല്ലാൻ ശ്രമിച്ചവനാണ് ജൂതൻ. പക്ഷേ ലോകത്തിന്റെ പ്രവാചകന് അതിലൊന്നും സങ്കടമില്ല, അതിലൊന്നും ആക്ഷേപമില്ല. അല്ലാഹുവിന്റെ പ്രവാചകനതാ ജൂതന്റെ ശവം കൊണ്ടുപോകുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നു. തന്റെ ശിക്ഷകടങ്ങളിൽ നിന്നതാ ഒരാൾ എഴുന്നേറ്റ് ചോദിക്കുന്നു പ്രവാചകനോട്, ഓ നബിയേ, ഇസ്ലാമിന്റെ കഠിന വൈരിയായിട്ടും ആ ജൂതന്റെ ശവം കൊണ്ടുപോകുമ്പോ നിങ്ങൾ എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മാനവകുലത്തിന് ഏറ്റുപിടിക്കാൻ, മനുഷ്യന്റെ മനസ്സിൽ കോറിയിടാൻ ഒരു സന്ദേശമതാ ലോകത്തിന്റെ പ്രവാചകൻ കൈമാറുകയാണ്. ജൂതനും മനുഷ്യനല്ലേ, അതും ഒരു മനുഷ്യന്റെ
എന്റെ ശവമല്ലേ? അതുകൊണ്ട് എന്റെ ശത്രുവാണെങ്കിലും അവൻ മനുഷ്യനാണ്, മനുഷ്യത്വം ചവിട്ടി മതിച്ചുകൂടാ എന്ന സന്ദേശം പഠിപ്പിച്ച റസൂലാ പ്രാർത്ഥിക്കുന്നത് അവർക്ക് ദൈവികമായ ശാപമുണ്ടാകട്ടെ. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞത്? അവരിലേക്ക് വന്ന പ്രവാചകന്മാരൊക്കെ മരിക്കുമ്പോ, വഫാത്തായി പോകുമ്പോ ആ പ്രവാചകന്മാരുടെ കബറിടങ്ങളെ, ശ്മശാനങ്ങളെ ആരാധനാലയങ്ങളാക്കലാണ് ജൂതന്റെ പരിപാടി, ക്രിസ്ത്യാനികളുടെ പരിപാടി. അത് ദൈവം പൊറുക്കാത്ത പാപമാണ്. ദൈവത്തിന്റെ പ്രവാചകന്മാര് പഠിപ്പിച്ച ആദർശത്തിന് വിരുദ്ധമാണ്. യേശു ക്രിസ്തു അടക്കം പഠിപ്പിച്ച സുവിശേഷത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് അവർക്ക് ശാപമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നോക്കൂ നിങ്ങൾ, അത് ഈ സമുദായമല്ലേ ഏറ്റെടുത്തിരിക്കുന്നത്? തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ ജാറപൂജ നടത്തുന്നത് മുസ്ലിമീങ്ങളല്ലേ? അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് മുസ്ലിമീങ്ങളല്ലേ? അവിടുത്തെ പൂജാരികൾ മുസ്ലിമീങ്ങളല്ലേ? അവിടെ വിളക്ക് കത്തിക്കുന്നത് മുസ്ലിമീങ്ങളല്ലേ? അവിടെ ചന്ദനക്കുടം നടത്തുന്നത് മുസ്ലിമീങ്ങളല്ലേ? അവിടെ നേർച്ച നടത്തുന്നത് മുസ്ലിമീങ്ങളല്ലേ? ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്താണ്? എനിക്ക് പേടിയാണ്, എനിക്ക് ഭയമാണ്. യേശു ക്രിസ്തുവിനെ ആരാധിക്കപ്പെട്ടതുപോലെ എന്നെയും ആരാധിക്കപ്പെടുമോ? എനിക്ക് ഭയമാണ്. അതുകൊണ്ട് അതാ അവിടുന്ന് ഒരു മെസ്സേജ് നൽകുകയാണ്, അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹുവേ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ല, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ല റബ്ബേ, അതിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് പഠിപ്പിച്ചില്ലേ? ഖബറുകൾ കെട്ടിപ്പൊക്കരുത്, അതുമ്മക്കും മായമിടരുത്, അതിന്മേൽ ഇരിക്കരുത്, അതിന്മേൽ എഴുതി വെക്കരുത്, ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തരുത്, അവിടെ ആരാധന നടത്തരുത്, ആ രൂപത്തിലുള്ള വൃത്തികെട്ട സമ്പ്രദായം വേണ്ട, അത് അല്ലാഹു പൊറുക്കാത്ത പാപമാണെന്ന് പഠിപ്പിച്ചിട്ടും ധാരാളക്കണക്കിന് ഹദീസുകളിലൂടെ ആ സംഗതി ലോകത്തോട് പറഞ്ഞിട്ടും മുസ്ലിമീങ്ങൾ ഈ സന്ദേശത്തെ കൈവെടിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാ പറയുന്നത്, പ്രമാണങ്ങളിൽ നിന്നേ മതത്തെ അറിയാവൂ, മുസ്ലിമീങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നല്ല. മുസ്ലിമീങ്ങൾ ചെയ്യുന്നതല്ല മതം, മറിച്ച് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. അത് പഠിക്കാൻ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ മുസ്ലിമീങ്ങളോടും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്, ആവശ്യപ്പെടുകയാണ്. സഹോദരന്മാരെ, അനുവദിക്കപ്പെട്ട സമയം അവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ പ്രമാണവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ നമുക്കത് പറയാം. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിച്ച എന്റെ സഹോദരന്മാരെ, നിങ്ങളോട് പറയട്ടെ, നമുക്ക് വലുത് ഈ ലോകമല്ല, ഈ ലോകത്തെ നശ്വരമായ ജീവിതമല്ല, അവസാനിക്കുന്ന ലോകമല്ല. നമുക്ക് ശാന്തിയുടെ ഭവനത്തിലേക്ക് കടന്നു പോകണം, അവിടെ രക്ഷ വേണം, അവിടെ പരലോകത്ത് സ്വർഗം വേണം. അതുകൊണ്ട് തന്നെ ഈ സന്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. ഈ സന്ദേശങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. മതത്തെക്കുറിച്ച് പഠിക്കണം, എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിക്കണം. എന്നിട്ട് സത്യമേതാണോ അത് ഉൾക്കൊള്ളണം. അതിന് നമ്മൾ ആരെ ഭയപ്പെടാനാ, ആരെ പേടിക്കാനാ? ആരെയും ഭയപ്പെടേണ്ടതില്ല, നമുക്ക് ആരോടും കടപ്പാടില്ല. നമുക്ക് വലുത് നമ്മുടെ രക്ഷയാണ്, നമ്മുടെ മോക്ഷമാണ്, നമ്മുടെ സമാധാനമാണ്. അതുകൊണ്ട് മതദർശനങ്ങളെക്കുറിച്ച് പഠിച്ച് അതിന്റെ സനാതന മൂല്യങ്ങൾ ഉൾക്കൊണ്ട് പരമമായ സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ആ സത്യത്തിലേക്ക് എത്തിപ്പെടാൻ, ആ സത്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ നമുക്കാകണം. അതാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ ഈ വരച്ചു കാണിക്കുന്ന സത്യം, വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എന്റെ മാർഗം. ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, അത് നേരായ മാർഗമാണ്. അതുകൊണ്ട് ഫത്തബിഊഹു, നിങ്ങൾ അതിനെ അനുധാവനം ചെയ്യൂ മനുഷ്യരെ. വലാ തത്തബിഉസ് സുബുൽ, വേറെ ലോകത്ത് ഒരുപാട് മാർഗങ്ങളുണ്ട്, ദർശനങ്ങളുണ്ട്, തത്വശാസ്ത്രങ്ങളുണ്ട്. അതൊന്നും നേരിന്റെ പാതയല്ല. അതൊക്കെ പലതും മനുഷ്യനിർമ്മിതമാണ്. പല തത്വശാസ്ത്രങ്ങളും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ ഇന്ന് വിശ്രമം കൊള്ളുകയാണ്. എന്നും എക്കാലഘട്ടത്തിലും വളരെ പ്രശസ്തിയോടുകൂടെ തേജസ്സോടുകൂടെ ലോകത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു മതമാണ്, ഒരു ദർശനമാണ് പ്രപഞ്ചത്തിന്റെ മതം, പ്രപഞ്ച സൃഷ്ടികർത്താവിന്റെ മതം ഇസ്ലാം. ആ ഇസ്ലാമിനെ അതിന്റെ പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കി സത്യമാണെങ്കിൽ ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കുണ്ടാകണേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ ശബ്ദം ശ്രവിച്ച സർവ്വ സഹോദരന്മാർക്കും നന്ദി ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ സംസാരത്തിന് വിരാമം കുറിക്കുകയാണ്. സത്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുവാനും സത്യം ഉൾക്കൊള്ളുവാനും പടച്ചതമ്പുരാൻ, ഈ ലോകത്തിന്റെ സൃഷ്ടാവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും
ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സ്വർഗീയ ലോകത്ത് നമ്മെ എല്ലാവരെയും അവൻ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സത്യം മനസ്സിലാക്കുവാനും ആ സത്യം ഉൾക്കൊള്ളുവാനും ആ സത്യം ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുവാനുമുള്ള ആർജവും ചങ്കൂറ്റവും നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏകരായ സൃഷ്ടാവിനെ ആരാധിക്കുവാനും അവന് മാത്രം പ്രാർത്ഥനകൾ അർപ്പിക്കുവാനും അവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവന്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട ചോദിക്കുവാനും സർവാദിനാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.